വിനയം നിറഞ്ഞ നമസ്കാരം. പാലക്കാടിൻ്റെ ഒരു സൗന്ദര്യം ഇപ്പോൾ മറ്റു പ്രദേശങ്ങൾക്ക് അതുപോലെ അവകാശപ്പെടാനില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ഈ മാവിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഈ തണലിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കൗതുകമുള്ള, രസമുള്ള ഒരു ഹൃദയത്തോട് ചേർത്ത് പിടിക്കാവുന്ന കാര്യമായി തോന്നുന്നതാണ്. അങ്ങനത്തെ ഒരേ മനസ്സ് പാലക്കാടൻ ജനതയ്ക്ക് എന്നുമുണ്ട്. അത് തന്നെയാണ് ഈ നാടിനെ കൃത്യമായ തെരഞ്ഞെടുപ്പുകളിലൂടെ എന്നും മുന്നിലേക്ക് നയിച്ചിട്ടുള്ളത്. കാഴ്ചപ്പുറം ചേട്ടൻ പറഞ്ഞതുപോലെ പ്രസാദം പറഞ്ഞ പോലെയൊക്കെ ഞാൻ അതിൻ്റെ രാഷ്ട്രീയപരമായ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നുണ പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ എത്ര നുണ പ്രചരിക്കപ്പെട്ടാലും നിങ്ങൾ കണ്ട കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ, അതിനു മുമ്പുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് എപ്പോഴും ഏറ്റവും കൃത്യമായ തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ പോകും എന്നെനിക്കറിയാം. ചില പറഞ്ഞതുപോലെ പല കാര്യങ്ങളും വ്യക്തിപരമായി സംഘടിപ്പിക്കാനും സർക്കാർ തലത്തിൽ സംഘടിപ്പിക്കാനും എല്ലാം ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഇവിടെയുള്ള ആളുകളെല്ലാം ഇപ്പൊ നമ്മുടെ സ്വീകരണത്തോടൊപ്പം വന്നുകൊണ്ടോ അല്ലെങ്കിൽ താല്പര്യമുള്ള നമ്മളുടെ അനുഭാവികളാകാം. അതുകൊണ്ട് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ഒരു നീതിയല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും മറ്റു പലരോടും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ചോദിക്കണം എന്നാണ് എനിക്കിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, കാര്യങ്ങളെല്ലാം നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സിനിമയുടെ എത്ര പോസ്റ്ററുകൾ ഒട്ടിച്ചാലും, എത്ര TV-യിൽ അതിനെക്കുറിച്ച് പ്രശ്നം ചെയ്താലും, എത്ര നടന്മാർ വന്നിരുന്ന് അതിനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാലും എല്ലാം അത് വിജയത്തിലെത്തണമെങ്കിൽ ആത്യന്തികമായി അവസാനം ഒരു വാക്ക് ഉപയോഗിക്കുക. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു വാക്കാണ്. വേർഡ് ഓഫ് മൗത്ത്. നമ്മൾ പരസ്പരം പറയുന്നതിൽ നിന്നാണ് ആളുകൾ അത് വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയിൽ പോസ്റ്റർ കുറെ കണ്ടു, ഒരു സിനിമ കണ്ടേക്കാം ഇതുവരെ വിചാരിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ തരുന്ന ഗ്യാരണ്ടിയിലാണ് നമ്മളെപ്പോഴും അത്തരത്തിൽ സിനിമ കാണുന്നതും പോകുന്നതുമെല്ലാം. നമ്മുടെ ഈ മണ്ഡലത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതകളിൽ എല്ലാ കാലത്തും ഞാൻ ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ പോസ്റ്ററിലും ഫ്ലെക്സ് ബോർഡുകളുടെ എണ്ണത്തിലും ഹോർഡിങ്ങുകളുടെ എണ്ണത്തിലും എല്ലാം BJP-യും, വാർത്തകളിലും ഓൺലൈനിലും എല്ലാം ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് LDF-ഉം, റിസൾട്ട് വരുമ്പോൾ വിജയിച്ചിരിക്കുന്നത് UDF-ഉം ആയിരിക്കുമെന്നുള്ള ഒരു പ്രത്യേക കണക്കുള്ള മണ്ഡലമാണ് ഇത്. ഇത്തവണയും ഇത് അങ്ങനെ തന്നെ തുടരണം. എല്ലാവരാൽ കഴിയുന്ന പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണം. കൈപ്പത്തി ചിഹ്നം ഇന്ത്യ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചിഹ്നമാണ് കൈപ്പത്തി ചിഹ്നം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ ഭരിച്ചുകൊണ്ട്, ഏറ്റവും കൂടുതൽ തവണ ജയിച്ചുകൊണ്ട്, ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ വോട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ചിഹ്നമാണ് കൈപ്പത്തി ചിഹ്നം. ആ കൈപ്പത്തി ചിഹ്നത്തിനാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായ ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്നു. ഇനി പള്ളിയിൽ പോകാൻ സമയമായി, ഉണ്ണാൻ സമയമായി. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പിരിയാം. 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണം എത്തും. അന്നേരം എല്ലാവരും വന്നിറങ്ങിയ നാള് മുതൽ ഈ നിമിഷം വരെ, ഈ മാവൻ ചുവട്ടിലിരിക്കുന്ന നിമിഷം വരെയും അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുകയാണ്. പാലക്കാട് ഷാഫിക്ക നമ്മുടെ MLA ആയി നമുക്കൊപ്പം നിന്ന പോലെ, പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം MLA ആയി നമുക്കൊപ്പം നിന്ന പോലെ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MLA ആയി പാലക്കാടിന്റെ വികസന നായകനായി രമേശ് പിഷാരടി ഇവിടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് UDF. വീഴുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ ബഹുമാനായ ഷാഫി പറമ്പിൽ MLA-ന്റെ ആസ്തി വികസന ഫണ്ട് കൊണ്ട് ആ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് പുനർനിർമ്മിച്ച് പുതിയ ഈ മനോഹരമായ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഇവിടുത്തെ റോഡുകൾ, എല്ലാ കോളനികളിലും റോഡുകളും ഹൈമാക്സ് റേറ്റുകളുമാണ്. അതിനൊരു തുടർ ഇതുണ്ടാക്കാൻ നിങ്ങളെ അറിയുന്ന, നിങ്ങളോട് വളരെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു. ജയ് ഹിന്ദ്. കുടുംബത്തിലൊരു അംഗത്തെ പോലെ ഞാൻ അദ്ദേഹം ഇവിടെ ഇറങ്ങി 10 ദിവസമായി കഴിയുമ്പോഴേക്ക് ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്
വേറെ ഒരാളെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ പരിഭവങ്ങളും പരാതികളും സശ്രദ്ധ കേൾക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അമ്മ പറഞ്ഞു, വലിയമ്മ പറഞ്ഞു, ടി വി കാണുന്നത്, ടി വിയിലല്ല, നമുക്ക് ഇനി നേരിൽ ഈ അടുത്ത ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും എല്ലാ ദിവസങ്ങളിലും നമുക്ക് കാണേണ്ട ഒരു അവസരം ഉണ്ടാക്കണമെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി രമേശ് പിഷാരടിയെ നമുക്ക് ദിവസം കാണാനുള്ള അവസരം, മാസം കാണാനുള്ള അവസരം, ആഴ്ചയിൽ കാണാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. പുറത്ത് എന്ന് പറയില്ല, അത് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങൾ നമ്മുടെ സമഗ്രമായ വികസനങ്ങൾ നടത്തിയ ഈ പഞ്ചായത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നിട്ടുള്ള 2 MLA-മാരുണ്ടായിരുന്നു. നമുക്ക് ബഹുമാനായ 13 വർഷം MLA ആയിരുന്ന ഷാഫി പറമ്പിലും പിന്നീട് വന്ന രാഹുൽ മാങ്കുളത്തിലും അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവര് ഒരുപാട് വികസനങ്ങൾ ഈ ജില്ലയിൽ ഒട്ടുക്ക് വികസനങ്ങൾ ഒരുപാട് തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവിടെ ആയാലും മാത്തൂരായാലും രായരി ആയാലും പാലക്കാട് മുനിസിപ്പാലിറ്റി ആയാലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ അതുപോലെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുടുംബങ്ങൾക്കും എല്ലാം എൻ്റെ വിനയങ്ങളുടെ നമസ്കാരം. ഞാൻ ഒരു കുഞ്ഞു കുട്ടികളും ഞങ്ങൾ സ്ത്രീകളും കുടുംബമൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് വലിയ രാഷ്ട്രീയ പ്രസംഗം ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു രജിസ്ട്രേഷൻ്റെ പൈസ തൊട്ട് എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും ഉണ്ടാകുന്ന വിലക്കയറ്റം, അതിനൊന്നും എതിരെ സമരം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഈ പെട്രോളിന് വില കയറിയെന്ന് പറഞ്ഞ് സമരം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സമരം പോലും നമ്മൾ കാണുന്നില്ല. കാരണം സമരം ചെയ്തിട്ട് കാര്യമില്ലെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതുപോലെ നമ്മളെ അവകാശങ്ങളെ എതിർത്ത് നിൽക്കുന്നു. നമ്മുടെ അവകാശങ്ങൾ തന്ന ശേഷം അത് നമ്മുടെ ഔദാര്യമാണെന്ന് രീതിയിൽ നമ്മളോട് പെരുമാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാമൂഹിക രാഷ്ട്രീയ സ്ഥിതിയിൽ അനിവാര്യമായ ഭരണമാറ്റം നടക്കാൻ പോകുന്ന ഒരു കാലമാണിത്. ഈ ഭരണം മാറുക തന്നെ ചെയ്യും. UDF ഗവൺമെൻറ് അധികാരത്തിൽ വരും. അങ്ങനെ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദമാകാൻ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിയമസഭയിലെത്താൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് തന്ന് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. നിങ്ങൾ തരും, നിങ്ങൾ തന്നു എന്നോർത്ത് നിങ്ങളുടെ കടമ തീർന്നു എന്ന് വിചാരിക്കരുത്. കൂടുതൽ ആളുകളോട് നിങ്ങൾ പറയണം. ഓരോരുത്തരും ഞാനായി മാറി വോട്ട് ചോദിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സുധീർ ക്ഷണിക്കുന്നു. ശേഷം 3:00 തന്നെ ആയിക്കോട്ടെ, ഞാനൊന്ന് കാണാൻ വന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, ഉണ്ട്. അപ്പം കൂടെ ഉണ്ടാവണം, ഉണ്ടാവണം, കാര്യങ്ങളൊക്കെ അറിയാലോ. ഫോട്ടോ